ഡൽഹിയുടെ ഒരു മികച്ച വിജയമാണ്. അവർക്ക് വേണ്ടി കെ രാഹുൽ സ്കോർ ചെയ്യും, അഭിഷേക് പോളും കെ രാഹുലും ടോപ്പ് സ്കോർ ചെയ്തപ്പോൾ ഡൽഹി വിജയം നേടുന്നു. ഓപ്പണിംഗ് പെയർ നല്ലൊരു കൂട്ടുകെട്ട് ലക്നൌവിന് വേണ്ടി സമ്മാനിച്ചിരുന്നെങ്കിലും അതിനുശേഷം ചീട്ട് കൊട്ടാരം പോലെ തകരുകയായിരുന്നു ലക്നൗ. പിന്നീട് നമ്മൾ കണ്ടത് ആയുഷ് ധോണി എന്നൊരു ചെറുപ്പക്കാരൻ പയ്യൻ്റെ ഒരു അതിഗംഭീരമായൊരു ബാറ്റിംഗ് ആണ്. 28 റൺസാണ് അയാൾ നേടിയത്. 6-4 ആയിരുന്നു അതിലയാൾ അടിച്ചത്. പക്ഷേ പിന്നീട് ഋഷഭ് പന്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കാണേണ്ടതാണ്. ഇദ്ദേഹത്തിന് ഒരുപാട് റൺസ് സ്കോർ ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ലക്നൌവിൻ്റെ പൈസ വെള്ളത്തിലായോ സംശയത്തിൽ വിളിക്കുന്നു. ഈ സീസണിൽ പ്ലേ ഓഫ് സാധ്യതയുള്ള ടീമുകളെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. എല്ലാവരും ഈ സീസണിലെ ടാറ്റ IPL കാണുന്നുണ്ടല്ലോ. ഇന്നലെ നടന്ന മത്സരത്തിൽ നമ്മൾ കണ്ടത് ഡൽഹിയുടെ ഒരു മികച്ച വിജയമാണ്. അവർക്ക് വേണ്ടി കെ രാഹുൽ സ്കോർ ചെയ്യും, അഭിഷേക് പോളും കെ രാഹുലും ടോപ്പ് സ്കോർ ചെയ്തപ്പോൾ ഡൽഹി വിജയം നേടുന്നു. ഓപ്പണിംഗ് പെയർ നല്ലൊരു കൂട്ടുകെട്ട് ലക്നൌവിന് വേണ്ടി സമ്മാനിച്ചിരുന്നെങ്കിലും അതിനുശേഷം ചീട്ട് കൊട്ടാരം പോലെ തകരുകയായിരുന്നു ലക്നൗ. പിന്നീട് നമ്മൾ കണ്ടത് ആയുഷ് ധോണി എന്നൊരു ചെറുപ്പക്കാരൻ പയ്യൻ്റെ ഒരു അതിഗംഭീരമായൊരു ബാറ്റിംഗ് ആണ്. 28 റൺസാണ് അയാൾ നേടിയത്. 6-4 ആയിരുന്നു അതിലയാൾ അടിച്ചത്. പക്ഷേ പിന്നീട് ഋഷഭ് പന്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കാണേണ്ടതാണ്. ഇദ്ദേഹത്തിന് ഒരുപാട് റൺസ് സ്കോർ ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ലക്നൌവിൻ്റെ പൈസ വെള്ളത്തിലായോ സംശയത്തിൽ വിളിക്കുന്നു. ഈ സീസണിൽ പ്ലേ ഓഫ് സാധ്യതയുള്ള ടീമുകളെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു.